നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം. 30 സൈനികരാണ് ഈ ആക്രമണത്തിൽ മരിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ കോസ്റ്റ് ഗാർഡ് ക്യാമ്പിന് നേരെയാണ് ചാവേർ ആക്രമണം നടന്നത്. ഉഗ്രസ്ഫോടനത്തിൽ ക്യാമ്പ് പൂർണ്ണമായും തകരുകയായിരുന്നു. 30 സൈനികർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ നിരവധി സൈനികർ ഇപ്പോഴും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടത്തെയും പാക് സൈന്യത്തെയും ഞെട്ടിച്ച ഒരു ആക്രമണമാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ ഗ്വാദർ ജില്ലയിൽ നടന്നത് എന്നതാണ് ഇപ്പോൾ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ബലൂചിസ്ഥാൻ വിമോചന സേന ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. BLAയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡാണ് ആക്രമണം നടത്തിയതെന്നും അതിരാവിലെ, അതായത് വെള്ളിയാഴ്ച ഏതാണ്ട് 6:30 സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് ഈ ക്യാമ്പിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്നുമാണ് BLA ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തെ ഞെട്ടിച്ച ആക്രമണമാണ് BLA നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, അതായത് കഴിഞ്ഞ ഒരു 2 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ BLA നടത്തുന്ന ആക്രമണങ്ങൾ അതിശക്തമാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. ബലൂചിസ്ഥാനിലാണ് പാകിസ്ഥാൻ്റെ പ്രകൃതി വിഭവങ്ങളും ധാതു ലവണങ്ങളും എല്ലാം ഉള്ളത്. ബലൂചിസ്ഥാനിൽ നിന്നാണ് ഇത്രയധികം വിലപിടിപ്പുള്ള ധാതു ലവണങ്ങളും മറ്റും ഖനനം ചെയ്ത് പാകിസ്ഥാൻ കൊണ്ടുപോകുന്നത്. പക്ഷേ ബലൂചിസ്ഥാൻ ഇന്നും പാകിസ്ഥാനിലെ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ള പ്രവിശ്യയാണ്. ബലൂചിസ്ഥാൻ്റെ പ്രകൃതി വിഭവങ്ങളെല്ലാം കവർന്നെടുക്കുകയും ബലൂചിസ്ഥാൻ ജനതയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് പാക് ഭരണകൂടത്തിൻ്റെത് എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പോലെയുള്ള വിഘടനവാദ സംഘടനകൾ ആരോപിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ജനങ്ങൾ ദരിദ്രരാണ്. പട്ടിണിയും തൊഴിലില്ലായ്മയും കാരണം അവർ ഏറെ ബുദ്ധിമുട്ടുന്നു. ഈ ജനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട ധാതുലവണങ്ങളാണ് പാകിസ്ഥാൻ അടിച്ചുകൊണ്ടു പോകുന്നത്. അതായത് ഈ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യയായ പഞ്ചാബ് പ്രവിശ്യയ്ക്കാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിൽ വലിയ സ്വാധീനമുള്ളത്. അങ്ങനെ ഒരു ജനവിഭാഗത്തെ, അങ്ങനെ ഒരു പ്രവിശ്യയെ ഒന്നാകെ തഴയുന്ന ഒരു സ്വഭാവമാണ് കാലാകാലങ്ങളായി പാകിസ്ഥാൻ ഭരണകൂടത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഉയർന്നു. ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിഘടനവാദി സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടം പക്ഷേ ഈ അടുത്ത കാലത്ത് ശക്തിയാർജിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. BLAയുടെ ആക്രമണങ്ങളെല്ലാം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് പൂർണ്ണമായും പാകിസ്ഥാൻ്റെ സൈന്യത്തെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയാണ് ഇവർ നടത്തിയ കഴിഞ്ഞ കുറേ ആക്രമണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാരണം പാകിസ്ഥാൻ്റെ സൈന്യം സഞ്ചരിക്കുന്ന ട്രെയിനുകൾ, പാകിസ്ഥാൻ സൈന്യം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പാകിസ്ഥാൻ്റെ സൈനിക ക്യാമ്പുകൾ, ഇവയെല്ലാമാണ് ഇപ്പോൾ BLA ലക്ഷ്യം വയ്ക്കുന്നത്. പാകിസ്ഥാന് കനത്ത ആഘാതമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. ബലൂചിസ്ഥാനിൽ വലിയ രീതിയിൽ പാകിസ്ഥാൻ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട്. ആ സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ കനത്ത ആക്രമണം നടത്തുന്നത്. പണ്ടൊക്കെ അങ്ങിങ്ങ് ചില സ്ഫോടനങ്ങളൊക്കെ നടത്തി വാർത്തകളിൽ ഇടം പിടിക്കുമായിരുന്ന BLA ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു കനത്ത വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. സൈന്യത്തിന് നേരെ കൃത്യതയാർന്ന ആക്രമണമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തുന്നത്. മാത്രമല്ല, ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ച് ലോകം മുഴുവൻ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാൻ സൈന്യം അങ്ങനെ നാണം കെടുകയാണ്. ഇന്ത്യക്കെതിരെ ഭീകരതയെ ആയുധമാക്കിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കശ്മീരിൽ വിഘടനവാദം ശക്തമാക്കാൻ പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന ഭീകര സംഘടനകളെയാണ് ഉപയോഗിക്കാറ്. ഈ ഭീകര സംഘടനകളാണ് കശ്മീർ അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണങ്ങളും അതുപോലെ തന്നെ സ്ഫോടനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നത്. ഏറ്റവും ഒടുവിലായി നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിലും ഈ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും നേരിട്ടുള്ള പങ്കുണ്ടായിരുന്നു. ലഷ്കർ ഇ ത്വയ്ബ പോലെയുള്ള സംഘടനകളാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. 26ഓളം നിരപരാധികളായ ടൂറിസ്റ്റുകളാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പഹൽഗാം മുതൽ
മുതൽ മുകളിലോട്ട് എല്ലാ ഭീകരാക്രമണങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പാകിസ്ഥാൻ ഭീകര സംഘടനകളെ ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ മറുപടി നൽകുന്നുണ്ട്. സർജിക്കൽ സ്ട്രൈക്കുകളും ഓപ്പറേഷൻ സിന്ദൂറുമെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകൾ ഇപ്പോൾ പത്തിമടക്കി ഇരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യ വിരുദ്ധരായ ഭീകര സംഘടനകളിൽപ്പെട്ട ഭീകരന്മാരെല്ലാം പാകിസ്ഥാനിൽ വെച്ച് തന്നെ അജ്ഞാതമായി കൊല്ലപ്പെടുന്ന സാഹചര്യവുമുണ്ട്. ഇങ്ങനെ ഇന്ത്യക്കെതിരെ വർഷങ്ങളോളം ഭീകരതയെ ആയുധമാക്കിയ പാകിസ്ഥാൻ ഇന്നിപ്പോൾ ഭീകരത കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മാത്രമല്ല, പാകിസ്ഥാനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഭീകര സംഘടനകളുമുണ്ട്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പാക് താലിബാൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭീകര സംഘടന, വലുതും ചെറുതുമായ ഒട്ടനവധി ഭീകര സംഘടനകൾ, ഇവരെല്ലാം തന്നെ പാകിസ്ഥാൻ സർക്കാരിനും പാകിസ്ഥാൻ സൈന്യത്തിനും എതിരെ ഇത്തവണ പോരാട്ടം നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാക് താലിബാൻ പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിൻ്റെ അറിവോടുകൂടിയാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ബലൂചിസ്ഥാൻ പോലെയുള്ള വിഘടനവാദ സംഘടനകൾക്ക് സഹായം നൽകുന്നത് ഇന്ത്യയാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് ഇത്തരം സംഘടനകളെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പാലൂട്ടി വളർത്തുന്നത് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ അത് ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളാണ് ഈ സംഘർഷങ്ങൾക്കെല്ലാം കാരണം. പാകിസ്ഥാൻ അവരുടെ പൗരന്മാരെ വിവേചനരഹിതമായി കണ്ടാൽ മാത്രം മതി. അത് കാണാത്തത് കൊണ്ടാണ് പാകിസ്ഥാനിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇന്ത്യയെ പഴിചാരരുത് എന്നുമാണ് ഇപ്പോഴും ഇന്ത്യയുടെ ഔദ്യോഗികമായ നിലപാട്. പക്ഷേ ഇന്ത്യ വിരുദ്ധരായ ഭീകരന്മാർ പാകിസ്ഥാനിൽ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ലാതെ കിടക്കുകയാണ്. ഈ സമയത്താണ് ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയും പാകിസ്ഥാനിലെ മറ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുമൊക്കെ ഉണ്ടാകുന്നത്. BLA കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാൻ സൈന്യത്തെ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഭരണകൂടവും ഒരുപോലെ പാകിസ്ഥാനിൽ നാണം കെടുകയാണ്. പാകിസ്ഥാൻ ജനത പാകിസ്ഥാൻ സർക്കാരിനെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തെയും ചോദ്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അജ്ഞാതന്മാർ ഇവിടെ വന്ന് ആളുകളെ കൊന്നിട്ട് പോകുന്നത്? നിങ്ങൾ പറയുന്നത് പോലെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് അതിന് പിന്നിലെങ്കിൽ നിങ്ങൾ തെളിവുകൾ പുറത്തുവിടണം. ഇന്ത്യയെയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളെയും പാഠം പഠിപ്പിക്കണം. വിദേശ ശക്തികളിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ഈ പാകിസ്ഥാനിലെ സർക്കാരിന് കഴിയുന്നില്ല എന്ന ചോദ്യം അവർ ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ സൈന്യത്തെയും അവർ മുൾമുനയിൽ നിർത്തുന്നുണ്ട്. ഇന്ത്യ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കനത്ത ആക്രമണമാണ് പാകിസ്ഥാനിൽ നടത്തിയത്. പാകിസ്ഥാൻ അതിനെതിരെ ശക്തമായി തിരിച്ചടിച്ചു എന്നൊക്കെ പറയുമ്പോഴും പിന്നീട് പാകിസ്ഥാനാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ അടുത്തിടെ ശക്തമായ തിരിച്ചടി വാങ്ങുന്നതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും പാക് ജനതയുടെ വലിയ വിമർശനമുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് സഹായം നൽകുന്നത് ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ പറയുന്നത് ശരിവെച്ചാലും അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിവില്ലേ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ ചോദിക്കുന്നത്. സർക്കാരിനെതിരെയും അതുപോലെ തന്നെ സൈനിക ഭരണകൂടത്തിനെതിരെയും വലിയ ആക്രമണം പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. പാക് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന നിരന്തരം ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിൽ നടത്തുന്നു. ഓരോ ദിവസവും ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെയും സൈന്യത്തിൻ്റെയും പോരായ്മകളാണ് ഇതിന് കാരണമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് പാകിസ്ഥാനെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർക്ക് കഴിയുന്നില്ല. അടുത്ത സമയത്താണ് പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീറിനെ പാകിസ്ഥാൻ ഭരണകൂടം ഫീൽഡ് മാർഷലായി പ്രൊമോട്ട് ചെയ്തത്. മാത്രമല്ല, പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ചില അധികാരങ്ങളും ഇയാൾ കയ്യിൽ വയ്ക്കുന്നുണ്ട്. പാകിസ്ഥാന് പ്രധാനമന്ത്രിയുണ്ട്, പാകിസ്ഥാന് പ്രസിഡൻ്റുണ്ട്. പക്ഷേ വിദേശകാര്യ ബന്ധങ്ങളിലടക്കം ഇപ്പോൾ ഇടപെടൽ നടക്കുകയാണ് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന അസീം മുനീർ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുമ്പോഴും പാകിസ്ഥാനെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് എന്ന് ജനങ്ങൾ പരിഹസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാക് ഭരണകൂടവും അതോടൊപ്പം പാകിസ്ഥാൻ സൈന്യവും ഇത്തരം ഭീകര ആക്രമണങ്ങളിൽ പ്രതിരോധത്തിലാവുകയാണ്.
ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടുത്തിടെ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സംഘടനയാണ്. അതായത് ബലൂചിസ്ഥാന് പൂർണ്ണമായും സ്വാതന്ത്ര്യം ലഭിച്ചേ മടങ്ങൂ എന്നാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രഖ്യാപിത നയം. മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞ അപകടകാരികളായ ഒരു ചാവേർ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവർ നിരന്തരം ആക്രമണം നടത്തുകയാണ്. പാകിസ്ഥാൻ സൈന്യവും ചൈനീസ് പൗരന്മാരുമാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ടാർഗറ്റ്. ചൈനീസ് പൗരന്മാരെയും ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചറെയും ബലൂചിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ചൈന ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി ബലൂചിസ്ഥാനിൽ വൻതുക നിക്ഷേപിക്കുകയും അവിടെ പ്രദേശവാസികളെ പോലും അവഗണിച്ചുകൊണ്ട് ചില വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് സംഘത്തിന് നേരെ, ചൈനീസ് എഞ്ചിനീയർമാർക്ക് നേരെയൊക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണം നടത്തുന്നുണ്ട്. എങ്കിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് സൈന്യം തന്നെയാണ്. ആ സൈന്യത്തിനെതിരെയാണ് നിരന്തരം അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാനിലെ ഗ്വാദ്വാറിൽ നടന്നിട്ടുള്ള ആക്രമണം അത്തരത്തിലൊന്നാണ്. ബലൂചിസ്ഥാനിലെ ഗ്വാദാറിലാണ് ചൈന ഒരു വലിയ തുറമുഖം അവിടെ വികസിപ്പിക്കുന്നുണ്ട്. ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത്ര നിർണായകമായ ഒരു സ്ഥലമാണ്. അവിടെയാണ് ചാവേർ ബോംബ് ആക്രമണം നടത്തിയിരിക്കുന്നത്. മജീദ് ബ്രിഗേഡിൽ നിന്നുള്ള ആളുകളാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ലോറിയുമായി പാകിസ്ഥാൻ സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചു കയറിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട്. നിർണായകമായ പല വിവരങ്ങളും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും എന്നാണ് സൂചന.